Hello and welcome back. This is Robin and you're watching Learn English with Robin. നമ്മൾ ഇന്ന് പോകുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ നമ്പർ 3 അതിൻ്റെ 8ാം ഭാഗത്തിലേക്കാണ്. പാർട്ട് 1 മുതൽ പാർട്ട് 7 വരെ സ്മാർട്ട് ഫോൺ എന്ന ടോപ്പിക്കാണ് ചെയ്തിരുന്നത്. അതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് മാത്രമല്ല ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എടുക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല പ്ലേലിസ്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ബേസിക്സ് തൊട്ട് പഠിക്കാനുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ഉണ്ട്, അഡ്വാൻസ് ആയിട്ടുള്ള വേർഡ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ നിങ്ങളൊരു ബേസിക് ലേണർ ആണെങ്കിലും അതോ അഡ്വാൻസ് ലേണർ ആണെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഇവിടെയുണ്ട്. ഇന്നത്തെ സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ്. എ ബൂൺ എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹം. കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശാപം. സ്മാർട്ട് ഫോൺസിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയുന്നത്. ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്. പാർട്ട് 1 to 7 കഴിഞ്ഞിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക് പ്രസൻറ്റേഷൻ അബൌട്ട് ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് എ സ്മാർട്ട് ഫോൺ. ശ്രദ്ധിക്കുക, ഇവിടെ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടോപ്പിക് പ്രസൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ലക്ഷ്യങ്ങൾ? ഹിയർ യു വിൽ ഗെറ്റ് എ ചാൻസ് ടു ലിസൺ ടു സംവൺ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. ആൻഡ് ഓൾസോ ക്യാൻ ലിസൺ ടു ദ ട്രാൻസ്ലേഷൻസ് ഇൻ മലയാളം ട്രാൻസ്ലേഷൻ പറയുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത് ലിസണിങ് തന്നെയാണ്. നിങ്ങളിപ്പോൾ സ്വയം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് റെഗുലറായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാൾക്ക്, അങ്ങനെ ഒരു ശീലമുള്ള ഒരാൾക്ക് ഗ്രാജുവലി ഇംഗ്ലീഷ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരും. യു വിൽ ലേൺ ഗ്രാമർ, വൊക്കാബുലറി, യൂസേജസ് ആൻഡ് ഓൾ ബൈ ലിസണിങ്. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ആഴ്ച എന്നാൽ അവിടെ ഇംഗ്ലീഷ് കുറേ നാൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരു 1 year ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഇമ്പ്രൂവ് യുവർ ലാംഗ്വേജ്. ബീറ്റ് എനി ലാംഗ്വേജ്. ഇപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹിന്ദി പഠിക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിസണിങ്ങിന് ഒരു അവസരം തരുവാണ്. പ്ലസ് I will give you some Malayalam translations as well. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി to learn usages and in English, learn usages in English and better vocabulary, not just English speaking practice. English speaking practice മാത്രമല്ല, you will learn English usages as well. ഓൺലൈൻ ഷോപ്പിംഗ് ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്. ഇവിടെ നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ യൂസേഴ്സ് ആണ് പറയുന്നത്, പോസിറ്റീവ് സൈഡ്സ് ആണ് പറയുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യൂസേജസ്, പുതിയ വേർഡ്സൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കത് മലയാളം ഞാൻ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഇത് കഴിഞ്ഞ് ചെയ്താലും മതി. യൂസേജസ് ആൻഡ് വൊക്കാബുലറി സ്ക്രീനിൽ നോക്കിയാൽ കാണാം. പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ജസ്റ്റ് വീഡിയോ കണ്ട് നന്നായിട്ട് ലിസൺ ചെയ്യുക. എൻ്റെ ഒപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് വായിക്കുക. ഇവിടെ ഞാനൊരു സെൻറ്റൻസ് കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറ്റ് ബോർഡ് ഉപയോഗിച്ചാണ് എടുക്കാറ്. ഇവിടെ നമുക്കത് പറ്റാത്ത കാരണമാണ് ഗൂഗിൾ ഡോക്സിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് മൗസിൽ ബ്ലൂ കളറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ കാണിക്കുന്നത് നിങ്ങൾ എൻ്റെ ഒപ്പം വായിക്കുക, ലിസൺ ചെയ്യുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. ഓക്കെ, ഹിയർ ഇതിൻ്റെ യൂസേജ് ഞാൻ പറയും, അതിൻ്റെ അർത്ഥം പറയും, ഞാൻ സെൻറ്റൻസും പറയും. നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം അർത്ഥവും അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസും എഴുതാൻ ശ്രമിക്കുക. മോസ്റ്റ് ഓഫ് us are familiar with ഓൺലൈൻ ഷോപ്പിംഗ്. മോസ്റ്റ് ഓഫ് us are familiar with ഓൺലൈൻ ഷോപ്പിംഗ്. എൻ്റെ അർത്ഥം എന്താണ്? നമ്മളിൽ മിക്ക ആൾക്കാർക്കും, മോസ്റ്റ് ഓഫ് us, നമ്മളിൽ മിക്കവർക്കും, മിക്ക ആൾക്കാർക്കും വി ആർ ഫെമിലിയർ. മോസ്റ്റ് ഓഫ് us are familiar, സുപരിചിതമാണ്, നമുക്ക് പരിചിതമായ ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? പരിചിതം, സുപരിചിതം എന്നർത്ഥമാണ്. മോസ്റ്റ് ഓഫ് us are familiar with ഓൺലൈൻ ഷോപ്പിംഗ്. ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ മിക്ക ആൾക്കാർക്ക് സുപരിചിതമാണ്, വളരെ പരിചയമുള്ള കാര്യമാണ്, ചെയ്യാറുള്ളതാണ് അല്ലേ. വി യൂസ് മെനി ആപ്ലിക്കേഷൻസ് ഫോർ ഷോപ്പിംഗ് ഓൺലൈൻ. നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, വി ക്യാൻ look into the positive sides of online shopping. Online shopping, be it anything, it has its positives and negatives. ഓൺലൈൻ ഷോപ്പിംഗ് ആയാലും എന്ത് കാര്യത്തിൽ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ബട്ട് ഹിയർ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു, വി ക്യാൻ ലുക്ക് ഇൻ ടു ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ്. വി ക്യാൻ ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്ലീസ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ ആൻഡ് റീഡ് അലോങ് വിത്ത് മീ. ഓക്കെ, നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്ക് കീപ്പ് ചെയ്ത് പോവുക. പഠിക്കാൻ ഒരുപാടുണ്ട്, ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല. ഈ ഒരു സീരീസ് എന്തായാലും കണ്ടിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതാണ്. സോ പ്ലീസ് ഹാവ് എ നോട്ട്ബുക്ക് ഓൾസോ. We can purchase numerous items such as smartphones, television, stationery items, etc. നമുക്ക് ഓൺലൈൻ വഴി എന്തൊക്കെ പർച്ചേസ് ചെയ്യാം? ന്യൂമറസ് ഐറ്റംസ്. ന്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട്. എ ലോട്ട് ഓഫ്, മൾട്ടിപ്പിൾ ഐറ്റംസ്. ന്യൂമറസ് ഐറ്റംസ് എന്ന് അർത്ഥം വരുന്നുണ്ട് ഒരുപാട്. എ ലോട്ട് ഓഫ് ഐറ്റംസ് അല്ലെ ന്യൂമറസ് ഐറ്റംസ്. വി ക്യാൻ പർച്ചേസ് ന്യൂമറസ് ഐറ്റംസ്. നമുക്ക് പർച്ചേസ് ചെയ്യാം. എന്തൊക്കെയാണ്? സ്മാർട്ട് ഫോൺസ്. നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പലചരക്ക് സാധനങ്ങളല്ല. നമ്മുടെ നാട്ടിൽ പലചരക്ക് കടയ്ക്ക് സ്റ്റേഷനറി കട എന്ന് പറയുക. ബട്ട് ഇറ്റ് ഈസ് റോങ് ആക്ച്വലി. ഹിയർ സ്റ്റേഷനറിയുടെ സ്പെല്ലിംഗ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന് മുമ്പിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി പറയുവാണ്. STATIONERY അല്ല. സ്റ്റേഷനറി ഷോപ്പ് ഈസ് സംവേർ you get office items like A4 paper, pen, pencil, etc. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഓഫീസ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണ് സ്റ്റേഷനറി ഷോപ്പ്. STATIONERY.
ARY അല്ല. അപ്പോൾ ARY ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇത് മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗങ്ങൾ കണ്ടു നോക്കുക. STATION ARY അങ്ങനെയുള്ള സ്റ്റേഷനറി ARY ഒരു നിശ്ചലമായതെന്ന് അർത്ഥമാണ്. എ ലാൻഡ് ഫോൺ ഇസ് എ സ്റ്റേഷനറി ഓബ്ജക്റ്റ്. ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടു നടക്കാൻ പറ്റില്ല, നീങ്ങത്തില്ല, അത് നിശ്ചലമായ കാര്യമാണ്. സംതിങ് വിച്ച് ഇസ് സ്റ്റേഷനറി മീൻസ് ഇറ്റ് ഡസൻറ്റ് മൂവ്, ഇറ്റ് സ്റ്റേസ് ഇൻ ദാറ്റ് പ്ലേസ് ഫോർ എവർ, റൈറ്റ്? യാ. ലെറ്റ്സ് കമ്പയർ ഓൺലൈൻ ഷോപ്പിംഗ് ടു ഓഫ്ലൈൻ ഷോപ്പിംഗ്. നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങും ഓഫ്ലൈൻ ഷോപ്പിംഗ് എന്നാൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാം. ഓൺലൈൻ ഷോപ്പിംഗ് എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, മൊബൈൽ വഴി വാങ്ങുന്നതാണ് പറയുന്നത്. നമുക്കത് കമ്പയർ ചെയ്യാം. കമ്പയർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പക്ഷേ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇതിലും പറയാറുള്ളതാണത്. മുമ്പുള്ള പ്രസന്റേഷൻസ് ഒക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുക. കമ്പയർ മീൻസ് താരതമ്യം ചെയ്യുക. നമുക്ക് താരതമ്യം ചെയ്യാം. ലെറ്റ്സ് കമ്പയർ, ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്ന് പറയാനാണ്. ഓക്കെ. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്, നമുക്ക് നടക്കാൻ പോകാം. ലെറ്റ്സ് ടോക്ക് ടു ഹിം, നമുക്ക് അവനോട് സംസാരിക്കാം. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് പ്ലസ് V1 ഫോം ഓഫ് വേർബാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ യൂസേജസ് ആൻഡ് വൊക്കാബുലറി വരുമ്പോൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഷോപ്പിംഗ്. ഇറ്റ് സേവ്സ് ഓഫ് ടൈം ആൻഡ് ഫ്യൂവൽ. നമ്മൾ കടയിൽ പോയി നമ്മുടെ പെട്രോൾ കളയണ്ട, നമ്മുടെ ഫ്യൂവൽ കളയണ്ട, നമ്മുടെ സമയം കളയണ്ട, അതൊക്കെ നമുക്ക് സേവ് ചെയ്തിരുന്നുണ്ടെന്ന് ഓൺലൈൻ ഷോപ്പിംഗ്. ഇറ്റ് സേവ്സ് ഓഫ് ടൈം ആൻഡ് ഫ്യൂവൽ. സോ ഹിയർ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ്. And again, if you have any doubts, please ask in the comments. As I said, you are getting a chance to listen to English. You are getting English listening practice as well as English speaking practice, and you can learn English vocabulary as well. മറക്കരുത്, നിങ്ങൾ നോട്ട്ബുക്ക് കീപ്പ് ചെയ്തു പോകും. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല. It gives us a lot of choices of products which we may not find in an offline store. നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ വാങ്ങണം. നമ്മളൊരു ഓഫ്ലൈനിൽ ഒരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ടി വി സെലക്ട് ചെയ്യേണ്ടി വരും അല്ലേ? ലേറ്റസ്റ്റ് മോഡൽസ് ഉണ്ടാവണമെന്നില്ല. ബട്ട് ഓൺലൈൻ ചെല്ലുമ്പോൾ ഒരു ഓഫ്ലൈൻ ഷോപ്പിനേക്കാൾ ഒരുപാട് ചോയ്സസ് ഉണ്ട്. പല ടൈപ്പ് സെല്ലേഴ്സ് ഉണ്ട്. ഈവൻ പല ടൈപ്പ് ഓൺലൈൻ ആപ്സ് ഉണ്ട്. ഒരു ആപ്പ് അല്ല. നമ്മൾ ഒരു കടയിൽ പോകുന്ന വരെ ഒരു 5 കടയിൽ പോകുന്ന ഒരു ഫീലിംഗ് വരും അല്ലേ? മോസ്റ്റ് ഓഫ് us know about the discount sales online. ഓൺലൈനിൽ എന്താണ്, ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴൊക്കെ നല്ല ഡിസ്കൗണ്ട് സെയിൽസ്, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഡിസ്കൗണ്ട് സെയിൽ വരാറുണ്ട്. നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. മോസ്റ്റ് ഓഫ് us know, നമ്മളിൽ മിക്കവർക്കും അറിയാം. മോസ്റ്റ് ഓഫ് us know. വി ക്യാൻ സേവ് അവർ മണി ടു. നമുക്ക് നമ്മുടെ സമയവും പെട്രോളും മാത്രമല്ല, പൈസയും സേവ് ചെയ്യാം. ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ഹാപ്പി അല്ലാത്തവരാരും ഇല്ല അല്ലേ? സോ വി ക്യാൻ സേവ് അവർ മണി ടു. റിട്ടേൺ ആൻഡ് റീഫണ്ട് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഫോർ മോസ്റ്റ് പ്രൊഡക്ട്സ്. മിക്ക പ്രൊഡക്ട്സിനും, എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല. മോസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, മിക്ക പ്രൊഡക്ട്സിനും, എല്ലാത്തിനും അല്ലെങ്കിൽ മിക്ക പ്രൊഡക്ട്സിനും റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്, റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല, മിക്കതിനും ഉണ്ടെന്നാണ് പറയുന്നത്. So if you are not satisfied with the product quality, or if you have any complaints regarding the same, you have an option to get a replacement or a refund. So നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, സോ ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, ക്വാളിറ്റി സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ട്, ഇഫ് യു ഹാവ് എനി കംപ്ലൈൻറ്റ്സ്, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എനി കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് ദ സെയിം എന്ന് പറഞ്ഞാൽ എന്താ, റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ്, അത്രേ ഉള്ളൂ. റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെക്കുറിച്ച്, എബൌട്ട് ദാറ്റ്. റിഗാർഡിംഗ് എന്ന വാക്കിന് അർത്ഥം എന്താ, എബൌട്ട് ദാറ്റ്, അല്ല അതിനെക്കുറിച്ച്. റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച്, എബൌട്ട് ദാറ്റ് എന്നാണ് അർത്ഥം. റിഗാർഡിംഗ് ദ സെയിം എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് പ്രോഡക്റ്റിൻ്റെ കാര്യമല്ലേ, പിന്നെ പ്രോഡക്റ്റ് എന്ന് പറയണ്ട. സോ യു ക്യാൻ സേ റിഗാർഡിംഗ് ദ സെയിം. സോ ഇഫ് യു ഹാവ് എനി കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ് യു പർച്ചേസ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ if you have any complaints regarding the same, you have an option to get a replacement or a refund. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിപ്ലേസ്മെന്റ് ചെയ്യാനും റീഫണ്ട് ചെയ്യാനും. എല്ലാത്തിനും അല്ല, മിക്ക പ്രൊഡക്ട്സിനും ഉണ്ടെന്നാണ് പറയുന്നത്, എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല. അടുത്ത സെന്റൻസ് നോക്കാം. You have to remember that not all products which are sold online have a replacement or return option. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. You have to remember, നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. Not all products which are sold online have a replacement or return option. ഓൺലൈനിൽ വിൽക്കുന്ന എല്ലാ പ്രൊഡക്ട്സിനും ഈ റിപ്ലേസ്മെന്റോ റിട്ടേണോ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഓൾ പ്രൊഡക്ട്സ് വിച്ച് ആർ സോൾഡ് ഓൺലൈൻ ഹാവ് എ റീഫണ്ട് ഓപ്ഷൻ അല്ല ഓർ റിപ്ലേസ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ പ്രൊഡക്റ്റും ഉണ്ടെന്ന് അർത്ഥം. ഞാൻ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത്. നോട്ട് ഓൾ പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ഓൾ പ്രൊഡക്ട്സിന്റെ കൂടെ മുമ്പിൽ നമ്മൾ നോട്ട് ഇട്ട് കഴിയുമ്പോഴോ അതിന് നെഗറ്റീവ് മീനിങ് വന്നു. നോട്ട് ഓൾ പ്രൊഡക്ട്സ് സോൾഡ് ഓൺലൈൻ വിച്ച് ആർ സോൾഡ് ഓൺലൈൻ ഹാവ് എ റിപ്ലേസ്മെന്റ് ഓർ റിട്ടേൺ ഓപ്ഷൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൺലൈനിൽ വിൽക്കുന്ന എല്ലാ പ്രൊഡക്ട്സിനും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ആസ് എ കസ്റ്റമർ യു ഹാവ് ടു ബി കെയർഫുൾ വെൻ യു പർച്ചേസ് പ്രോഡക്ട്സ് ഓൺലൈൻ. ഈ ഒരു കാര്യത്തിൽ ഓൺലൈനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിട്ടേണോ റിപ്ലേസ്മെൻറ്റോ ഓപ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആസ് എ കസ്റ്റമർ, ഒരു കസ്റ്റമർ എന്ന രീതിയിൽ, ഒരു കസ്റ്റമർ എന്ന നിലയിൽ, ആസ് എ കസ്റ്റമർ, ഒരു കസ്റ്റമർ എന്ന നിലയിൽ യു ഹാവ് ടു ബി കെയർഫുൾ, നിങ്ങൾ
ശ്രദ്ധാലുവായിരിക്കണം, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം വെൻ യു പർച്ചേസ് പ്രൊഡക്ട്സ് ഓൺലൈൻ. സോ ഇതിലുള്ള യൂസേജസ് നമുക്ക് വേഗം പഠിക്കാം. യൂസേജസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പഠിപ്പിക്കുന്ന അതേ കോഴ്സ് തന്നെ ഓൺലൈനായിട്ട് ഡിജിറ്റൽ കോഴ്സായിട്ട് അവൈലബിൾ ആണ്. ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ഇ ബുക്ക് അടക്കമാണ് വരുന്നത്. 500 rupees വരുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനുമുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും റൈറ്റ് ടൈമിൽ വേർഡ്സ് കിട്ടാനും ഒരാളോട് ചോദ്യം ചോദിക്കാനും ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാനും ഒരാൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ഉത്തരം പറയാനും സോ വാട്ട് എവർ യു തിങ്ക് ഇൻ മലയാളം അതൊക്കെ ഇംഗ്ലീഷിൽ കിട്ടാനും ഒക്കെ ഉള്ള ട്രാൻസ്ലേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ്. ഡിജിറ്റൽ കോഴ്സ് വരുന്നത് 30 daysലേക്കുള്ള ഓഡിയോ ക്ലാസ് ആണ്. കേട്ട് പഠിക്കുന്ന ക്ലാസ്സാണ്. MP3 മോഡൽ സ്റ്റുഡിയോ റെക്കോർഡ് ഓഡിയോ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ 30 daysലേക്ക് അയച്ചു തരുന്നത്. അതിൽ 10 എക്സാമും ആൻസർ കീസും ഉണ്ട്. ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, ബേസിക് വേർഡ്സ്, സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസസ് ഇത്രയാണ് കവർ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ഓൾറെഡി യൂട്യൂബിലുണ്ട്. ഇവിടുന്ന് പഠിക്കാം. അതിലൊരു പാക്കേജായിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഒരു ഇ ബുക്കും മെറ്റീരിയൽസും അടക്കം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനോട് നിങ്ങൾക്ക് 200 രൂപയുടെ ഇ ബുക്ക് PDF ഫോർമാറ്റ് ഇ ബുക്ക് ഫ്രീ ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇ ബുക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ 200 rupeesൽ അവൈലബിൾ ആണ്. PDF ഫോർമാറ്റാണ്. ഒറിജിനൽ ബുക്സ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇ ബുക്ക് PDF ഫോർമാറ്റാണുള്ളത്. 257 പേജാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ പഠിപ്പിക്കുന്ന ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള കോഴ്സിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റ് അതിലുണ്ട്. അതിൻ്റെ മെറ്റീരിയൽസ് ആണുള്ളത്. കോഴ്സിനെ പറ്റിയോ ബുക്സിനെ പറ്റിയോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്ത് നമ്മൾ യൂസേജസ് ആൻഡ് വൊക്കാബുലറിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ പറയുന്ന വാക്കുകൾ ഇംഗ്ലീഷും മലയാളവും എഴുതിയെടുക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കുക. ഇതിൻ്റെ സെൻറ്റൻസ് യൂസേജ് പറയുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ നിങ്ങൾ എഴുതിയെടുക്കുക. മോസ്റ്റ് ഓഫ് അസ് നമ്മളിൽ മിക്ക ആൾക്കാരും സെൻറ്റൻസോട് ശ്രദ്ധിക്കുക. മോസ്റ്റ് ഓഫ് അസ് ആർ ഫെമിലിയർ വിത്ത് ഓൺലൈൻ ഷോപ്പിംഗ്. നമ്മൾ മിക്ക ആൾക്കാർക്കും ഓൺലൈൻ ഷോപ്പിംഗ് വളരെ സുപരിചിതമാണ്. അടുത്ത യൂസേജ് വരുന്നത് ഫെമിലിയർ എന്നാണ്. സുപരിചിതം അല്ലെങ്കിൽ പരിചിതമായത് എന്നർത്ഥം. ഇവിടെ ഓൾറെഡി 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അർത്ഥവും സെൻറ്റൻസ് എഴുതിയെടുക്കുക. ന്യൂമറസ് ഒരുപാട്, എ ലോട്ട് ഓഫ് എന്നാണ് അർത്ഥം. വി ക്യാൻ പർച്ചേസ് ന്യൂമറസ് ഐറ്റംസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ്, ടെലിവിഷൻ, സ്റ്റേഷനറി ഐറ്റംസ് എക്സെട്ര. ഓൺലൈനിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ്, എ ലോട്ട് ഓഫ് ഐറ്റംസ് എന്നതിന് പകരമാണ് ന്യൂമറസ് ഐറ്റംസ് എന്ന് പറയുന്നത്. അനവധി ഐറ്റംസ്. ലെറ്റസ് പ്ലസ് V1 ഫോം ഓഫ് വേർബ് അല്ലെ ലെറ്റ്സ് പ്ലസ് V1 ഫോം ഓഫ് വേർബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറയാനാണ്. ഗോട്ട് ഇറ്റ്. അതിവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്നും കൂടെ അതിൻ്റെ സെൻറ്റൻസ് കാണിച്ചു തരാം. ലെറ്റ്സ് കമ്പയർ ഓൺലൈൻ ഷോപ്പിംഗ് ടു ഓഫ്ലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിനെയും ഓഫ്ലൈൻ ഷോപ്പിങ്ങിനെയും താരതമ്യം ചെയ്യാം. ലെറ്റസ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ മോസ്റ്റിൻ്റെ അർത്ഥം ഇവിടെ ശ്രദ്ധിക്കാം. റിട്ടേൺ ആൻഡ് റീഫണ്ട് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഫോർ മോസ്റ്റ് പ്രൊഡക്ട്സ്. റിട്ടേൺ റീഫണ്ട് ഓപ്ഷൻസ് മിക്ക പ്രൊഡക്ട്സിനും അവൈലബിൾ ആണ്. മിക്കതും എന്ന അർത്ഥമാണ് മോസ്റ്റ് എന്ന് വരുന്നത്. റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എബൌട്ട് ദാറ്റ്, അതിനെക്കുറിച്ച് എന്ന അർത്ഥമാണ്. റിഗാർഡിംഗ് ദ സെയിം, അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ അർത്ഥം വരുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ദ സെയിം എന്നുള്ളത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താണ്. സോ ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് ക്വാളിറ്റി ഓർ ഇഫ് യു ഹാവ് എനി കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് ദ സെയിം യു ഹാവ് ആൻ ഓപ്ഷൻ ടു ഗെറ്റ് എ റിപ്ലേസ്മെൻറ്റ് ഓർ എ റീഫണ്ട്. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ റിഗാർഡിംഗ് ദ സെയിം എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അർത്ഥം വരുന്നത്. സോ യു ക്യാൻ റൈറ്റ് റിഗാർഡിംഗ് എബൌട്ട് ദാറ്റ്, അത് എഴുതിയാലും മതി. നോട്ട് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം. നോട്ട് ഓൾ എല്ലാം ഇല്ല. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഓളിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും ഫോർ എക്സാമ്പിൾ എല്ലാ പ്രൊഡക്ട്സിനും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് എങ്ങനെ പറയുക? ഓൾ പ്രൊഡക്ട്സ് ഹാവ് എ ഡിസ്കൗണ്ട്. എല്ലാ പ്രൊഡക്ട്സിനും ഡിസ്കൗണ്ട് ഇല്ല. നോട്ട് ഓൾ പ്രോഡക്ട്സ് ഹാവ് എ ഡിസ്കൗണ്ട്. അത്രേ ഉള്ളൂ. ഈ 2 സെൻറ്റൻസ് എഴുതിയെടുത്താലും മതി. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവർ ദയവായിട്ട് അതും കൂടെ കമൻറ്റ് ചെയ്യുക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ നിങ്ങൾ ഇത് പഠിച്ച യൂസേജസ്, വേർഡ്സോ അല്ലെങ്കിൽ സെൻറ്റൻസൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കും അതുപോലെ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഹെൽപ്ഫുള്ളും ആയിരിക്കും, ഇൻസ്പയറിംഗും ആയിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ഇതേപോലെയുള്ള ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്ന സെയിം കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ആക്റ്റീവായിട്ട് പഠിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹൗ മച്ച് എഫേർട്ട് യു ടേക്ക് ദാറ്റ് മച്ച് റിസൾട്ട്സ് യു വിൽ ഗെറ്റ്. ഓക്കെ, അറിയാം. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ്. ഞാൻ എത്ര പഠിപ്പിച്ചാലും നിങ്ങൾ എടുക്കുന്ന എഫേർട്ടും അതിനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ഏത് ഏജ് ഉള്ളവർക്കും പഠിച്ചെടുക്കാൻ സാധിക്കും. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ട്രെയിനിങ് സെഷൻ അവർക്കും കൂടെ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം.
സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇത് ബുക്കോ അല്ലെങ്കിൽ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഡിജിറ്റൽ കോഴ്സ് 500 ആണ് വരുന്നത്. ഈ ബുക്ക് ഫ്രീ ഉണ്ട്. പേഴ്സണൽ ട്രെയിൻ സപ്പോർട്ടുള്ള കോഴ്സുകളും ഉണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഈ ബുക്ക് PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. So that's all for today. I'll be back with the next training session soon. Bye.